ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് തിയറി ഓഫ് മെഷീൻസിനകത്തുള്ള പ്രോബ്ലംസ് ആണ്. സോ ഇപ്പോൾ ക്യാം ഫോളോവർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എസ് എസ് രത്ത് എന്ന് പറയുന്ന രത്തിൻ്റെ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അതിൽ ചാപ്റ്റർ 7 ആണ് ക്യാം വരുന്നത്. സോ അപ്പോൾ അതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ ക്യാം ഫോളോവർ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് ക്യാമിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റിയുടെ അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ക്യാമിൻ്റെ പ്രൊഫൈൽ സിന്തസിസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു ക്യാം പ്രൊഫൈൽ വരക്കുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് മെയിൻലി വരുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ക്യാം ഫോളോവർ അല്ലെങ്കിൽ ക്യാമിൻ്റെ ഒരു പാർട്സ് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാം. പിന്നെ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഇതിൻ്റെ അനാലിസിസ്. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്, മീൻസ് ടൈപ്സ് ഓഫ് മോഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ വരുന്നുണ്ട്. സോ SHM വരുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, ദെൻ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, യൂണിഫോം വെലോസിറ്റിയുടെ, അതുപോലെ തന്നെ സൈക്ലോയിഡൽ മോഷൻ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ഓഫ് പ്രൊഫൈൽസ് ആണ് നമുക്ക് വരക്കേണ്ടി വരിക. പിന്നെ വരുന്നത് അതിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്, ആക്സിസ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസിൽ വരുന്നത്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളോവറിൻ്റെ ഫോളോവർ വരുന്ന ക്വസ്റ്റ്യൻ വരും. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എ ക്യാം വിത്ത് എ മിനിമം റേഡിയസ് ഓഫ് 25 mm is to be designed for a knife edge follower with the following data. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു 25 mm മിനിമം റേഡിയസ് വരുന്ന, അല്ലെങ്കിൽ ബേസ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് മിനിമം റേഡിയസ് പറയുന്നത്. സോ ഇപ്പോൾ അത്രയും റേഡിയസ് വരുന്നൊരു ക്യാമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. ദെൻ ഫോളോവർ പറഞ്ഞിട്ടുള്ളത് നൈഫ് എഡ്ജ് ഫോളോവർ ആണ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ. സോ ഇപ്പോൾ ഡാറ്റ നമുക്ക് നോക്കാം. ദ റേസ് ഓഫ് ദി ഫോളോവർ ത്രൂ 35 mm ഡ്യൂറിങ് 60 degree ഓഫ് ദ റൊട്ടേഷൻ. സോ ഇപ്പോൾ ക്യാമിൻ്റെ അല്ലെങ്കിൽ ഫോളോവറിൻ്റെ ലിഫ്റ്റ് തന്നിട്ടുണ്ട്, 35 mm ആണ് വരുന്നത്. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതിൽ 60 degree റേസ് തന്നിട്ടുള്ളത് എസെൻറ്റ് ആംഗിളാണ്. ദെൻ ഡ്വെൽ ഫോർ ദ നെക്സ്റ്റ് 40 degree ഓഫ് ക്യാം റൊട്ടേഷൻ. സോ ഇപ്പോൾ ഫസ്റ്റ് 12 പീരീഡ് തന്നിട്ടുള്ളത് 40 degree ആണ്. ദെൻ ഡിസെൻഡിങ് ഓഫ് ദ ഫോളോവർ ഡ്യൂറിങ് ദി നെക്സ്റ്റ് 90 degree ഓഫ് ദി ക്യാം റൊട്ടേഷൻ. സോ ഇപ്പോൾ 40 degree കഴിഞ്ഞാൽ എന്താണ് അടുത്ത 90 degree എന്താണ്, ക്യാമിൻ്റെ ഡിസെൻറ്റ് ആണ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിസെൻറ്റ് വരുന്നത് 90 degree ആണ്. ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ ക്യാം റൊട്ടേഷൻ. സോ ഇപ്പോൾ സെക്കൻഡ് 12 വരുന്നത് ഈ ഒരു 90 ഡിഗ്രിക്ക് ശേഷം. അപ്പോൾ ഫസ്റ്റ് 60 degree ആംഗിൾ ഓഫ് എസെൻറ്റ്, 40 degree 12 പീരീഡ്, 90 degree ഡിസെൻറ്റ് ആംഗിൾ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് ആംഗിൾ വരുന്നത് എന്തായിരിക്കും, 12 തന്നെ ആയിരിക്കും. അപ്പോൾ 12 ആണ് വരുന്നത്. ദെൻ ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് ദ ക്യാം ഇഫ് ദ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓഫ് ദ ക്യാം ഈസ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ ഈസ് ഓഫ്സെറ്റ് 10 mm ഫ്രം ദി ആക്സിസ് ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. സോ ഇപ്പോൾ എന്താണ്, നമുക്ക് ഈ എസെൻറ്റ് ആംഗിളും ഡിസെൻറ്റ് ആംഗിളും വരുന്നത് എങ്ങനെയാണ്, സിമ്പിൾ ഹാർമോണിക് ആണ്. ദെൻ ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ദി ഫോളോവർ ഓഫ്സെറ്റ് ഫ്രം ദി ആക്സിസ് ഓഫ് ദി ക്യാം റൊട്ടേഷൻ, ക്യാം ഷാഫ്റ്റിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്സിസ് ചെയ്യുന്ന 10 mm ഓഫ് ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോളോവറിൻ്റെ ലൈൻ ഓഫ് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഈസ് ദ മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ഫോളോവർ ഡ്യൂറിങ് ദി അസെൻറ്റ് ആൻഡ് ഡിസെൻറ്റ് ഇഫ് ദി ക്യാം റൊട്ടേറ്റ്സ് അറ്റ് 150 RPM. അതുപോലെ തന്നെ മാക്സിമം വെലോസിറ്റി മാക്സിമം ആക്സിലറേഷനും ചോദിച്ചിട്ടുണ്ട് ഡ്യൂറിങ് അസെൻറ്റ് ആൻഡ് ഡിസെൻറ്റ്. അപ്പോൾ ക്യാം റൊട്ടേഷൻ സ്പീഡ് തന്നിട്ടുള്ളത് 150 RPM ആണ്. സോ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് എസെൻറ്റ് ഫസ്റ്റ് 12, ആംഗിൾ ഓഫ് ഡിസെൻറ്റ്, അതേപോലെ തന്നെ സെക്കൻഡ് 12, ദെൻ നമുക്ക് തന്നിട്ടുള്ള 150 RPM ആണ് സ്പീഡ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്സിസുകൾ തമ്മിലുള്ള ഓഫ്സെറ്റ് വരുന്നത് 10 mm ആണ് തന്നിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സ്കെയിൽ കണ്ടുപിടിക്കണം. സോ ഇപ്പോൾ നമുക്ക് 360 degree ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്കിതിനകത്ത് ലീനിയർ സ്കെയിലിൽ വരക്കേണ്ടത്. നമുക്കിത് ഏത് സ്കെയിൽ വേണമെങ്കിൽ, അതായത് ഏത് റേഷ്യോ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാനൊരു 12 cm എടുക്കുന്നത്, കാരണം ഇപ്പോൾ നമുക്ക് സെമി സർക്കിൾ വരക്കണം. ദെൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 18 എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 36 ഒക്കെ എടുക്കാം. അപ്പോൾ ഒരു 360 ഡിഗ്രിയുടെ ഏത് റേഷ്യോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഫാക്ടർ വേണമെങ്കിൽ എടുത്ത് നമുക്ക് സ്കെയിൽ വരക്കാം. സോ ഇപ്പോൾ ഞാനിവിടെ ഒരു 12 cm എടുക്കുന്നത്, അല്ലെങ്കിൽ 120 mm ആണ് എടുക്കുന്നത്. സോ ഇപ്പോൾ 1 degree വരുമ്പോൾ 120/12
അപ്പോൾ 1/3 ആണ് വരുന്നത് 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ. തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു 190 ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, ഇതിനകത്ത് ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ എക്സ് ആക്സിസ് ഒരു 12 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 120 മില്ലിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. സോ ഇപ്പോൾ എസെൻ്റ് ആംഗിൾ ഒക്കെ ഞാനിപ്പോൾ 24 അല്ലെങ്കിൽ ഒരു 240/360 റേഷ്യോയിലാണ് വരക്കുന്നത്. കാരണം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇതിനകത്ത് ആവശ്യമില്ല. കാരണം ഒരു പകുതി വരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പ്രൊഫൈലില്ലാതെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഫൈൽ വരക്കണ്ടുള്ളൂ. അതേപോലെ അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ എസെൻ്റ് ആംഗിൾ അതുപോലെ തന്നെ ഡിസെൻ്റ് ആംഗിൾ ഡ്വെല്ല് മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് റിമൈനിങ് ഡ്വെല്ല് നമുക്ക് ആവശ്യമില്ല. സോ ഇപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് വരുന്നത് ഈ ഒരു ഇതിനകത്ത് സ്കെയിൽ ഒരു 1 ഡിഗ്രി പറയുമ്പോൾ. സോ അപ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ് നോക്കാം, ഒരു 40 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 സെൻറ്റിമീറ്റർ ഇതിനകത്ത് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ എസെൻ്റ് ആംഗിൾ. അടുത്തത് 60 ഡിഗ്രിയാണ് വരുന്നത്. സോ 60 × 40/360. ഇനി അടുത്തത് 40 × 240/360. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്വെല്ല് വരുന്നത് 26.66 ആണ്. അപ്പോൾ അതൊരു 2.6 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 90 ആണ് വരുന്നത്. നമ്മുടെ ആംഗിൾ ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. സോ 90 × 240/360 ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 60 എന്ന് കിട്ടും. സോ ഇപ്പോൾ ഇവിടുന്ന് ഒരു 6 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി ഇതിലെ ലിഫ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 35 മില്ലിമീറ്റർ ആണ്. സോ എന്ത് ചെയ്യുക, വൈ ആക്സിസ് ഒരു 3.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആംഗിൾ ഓഫ് എസെൻ്റ് അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഡിസെൻറ്റിനെ 6 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോറി നിങ്ങൾക്ക് വരച്ചത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പെൻസിൽ കൊണ്ടാണ് വരച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അധികം ക്ലാരിറ്റി ഇല്ലാതെ. അപ്പോൾ ഇത് വരുന്നത് ഒരു 40 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 40 mm ആണ് വരുന്നത്. ഇതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് വരുന്നത് ഒരു 60 mm ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1 mm വെച്ച് ഡിവൈഡ് ചെയ്യാം. ദെൻ ഡ്വെല്ല് നമുക്കൊന്നും ചെയ്യേണ്ട. സോ ഇപ്പോൾ ഇതാണ് ഡ്വെൽ 1 എന്ന് പറയുന്നത്. ഇതാണ് എസെൻ്റ് ആംഗിൾ 5 എന്ന് മാർക്ക് ചെയ്യാം. ദെൻ ഇതാണ് ഡിസെൻറ്റ് വരുന്നത്, ഡിസെൻറ്റ് ആംഗിൾ നമുക്ക് 5D എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ സെക്കൻഡ് എല്ല് മാർക്ക് ചെയ്തിട്ടില്ല ഇതിനകത്ത്. നമുക്ക് ഈ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്പേസിനകത്ത് ഇത് വരക്കാൻ പറ്റില്ല. നമുക്കൊരു 2 സെൻറ്റിമീറ്റർ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നേരത്തെ 120 mm എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ എസെൻ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു പ്രൊഫൈൽ സ്കെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രൊഫൈലല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് 2 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വരക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്കെയിൽ യൂസ് ചെയ്യാം, ഏത് റേഷ്യോ വേണമെങ്കിൽ എടുത്ത് വരക്കാം. അപ്പോൾ നമുക്കിത് വരുന്നത് ഒരു 6.67 ഒക്കെയാണ് വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു 4 സെൻറ്റിമീറ്ററിനെ 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട്. നമ്മൾ ഈ ആംഗിൾ ഓഫ് എസെൻ്റ് അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഡിസെൻറ്റും 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സെമി സർക്കിൾ വരക്കണം. അപ്പോൾ നമുക്ക് ഇത് വരുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പകുതി എടുത്തിട്ട് അല്ലെങ്കിൽ അത് ഡയമീറ്ററായി വരുന്ന രീതിയിൽ ഇവിടെ ഒരു സെമി സർക്കിൾ വരക്കണം. ദെൻ ഈ ഒരു സെമി സർക്കിൾ ഇപ്പോൾ നമുക്ക് വരുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു 30 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സെമി സർക്കിളിനെ കട്ട് ചെയ്യുക. ഇപ്പോൾ 30, 60, ദെൻ 90, 120, 150. ഇപ്പോൾ നമുക്ക് രണ്ടും SHM ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് 30 ഡിഗ്രി അതുപോലെ 60 ഡിഗ്രി എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊജക്ഷൻ ലൈൻസ് വരക്കണം. അപ്പോൾ നമുക്ക് SHMൻ്റെ ഒരു ഫിഗർ നമുക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് റൈസ് ചെയ്യും, ദെൻ ഇവിടെ ഫോളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രൊജക്ഷൻ ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് 30 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ലൈൻ വരക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇത്രയും പോർഷൻ വരച്ചാൽ മതി. നേരെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്ഷൻ ലൈൻ വരക്കണം. ഓക്കെ, നമുക്ക്
കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. സോ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് വരച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സെമി സർക്കിളിൽ നിന്ന് എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രൊജക്ഷൻ ലൈൻ ഇതിനകത്ത് വരക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഇവിടെ റൈസാണ് വരുന്നത്, അതിനനുസരിച്ച് ഇങ്ങോട്ട് പ്രൊജക്ഷൻ ലൈൻസ് വരക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫോളാണ് വരുന്നത്, ഇതിനകത്തേക്കും വരക്കുക. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ പ്രൊഫൈലല്ല, ഇപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അതിന് പേര് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 0 കൊടുക്കുക. അത് എന്ത് ചെയ്യാം, 1 ഇപ്പോൾ ഈ ഒരു എക്സ് ആക്സിന് ലോങ്ങായിട്ട് 1 2 3 4 5 6, then ഇവിടെ 6. അപ്പോൾ ഈ ഡെല്ലിന് എന്ത് ചെയ്യാം, നമുക്ക് 6 6 തന്നെ കൊടുക്കുക. ദെൻ 7 8 9 10 11 12 ഇത്രയും പോയിൻറ്റ്സാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഫൈലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1 dash 2 dash 3 dash 4 dash 5 dash 6 dash. ഇവിടെ ഈ ഡെല്ലിൽ എന്ത് ചെയ്യുക, രണ്ടും 6 dash തന്നെ കൊടുക്കുക. അടുത്തത് 7 dash 8 dash 9 dash 10 dash 11 dash 12 dash അങ്ങനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 12 dash വേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. നമ്മൾ ഈ ഒരു പ്രൊഫൈൽ വരക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഓരോ ഡിഗ്രിയിൽ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വരുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് നിന്ന് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഫൈൽ വരക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്യാമിൻ്റെ പ്രൊഫൈൽ വരക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ബേസ് സർക്കിൾ വരക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 25 mm നമ്മുടെ ബേസ് സർക്കിൾ വരക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കോൺസെൻട്രിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 mm, അതായത് നമുക്ക് എത്രയാണോ ഓഫ്സെറ്റ് തന്നിട്ടുള്ളത് അത് റേഡിയസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 10 mm ആണ് ഓഫ്സെറ്റ് തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ, അതായത് പ്രീവിയസ് പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ആക്സിസ് സെയിം ആയിരുന്നു. സോ ഇപ്പോൾ ഇതായിരിക്കും ഇത് ക്യാമിൻ്റെ ആക്സിസും ഫോളോവറിൻ്റെ ആക്സിസും എന്തായിരിക്കും, ഈ ഒരു ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ബേസ് സർക്കിളിൻ്റെ ഡയമീറ്ററിൽ കൂടെ തന്നെ ആയിരിക്കും കടന്നു പോകും. സോ ഇപ്പോൾ നമുക്ക് വേണ്ടത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 10 mm ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 10 mm റേഡിയസ് ആയി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസെൻട്രിക് സർക്കിൾ വരക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ്, ഡിഫറെൻറ്റ് പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രോബ്ലം എന്തായിരിക്കും, ഓരോ വെറൈറ്റി പ്രോബ്ലം ആയിരിക്കും. സോ നമുക്ക് ഓഫ്സെറ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലം ഇപ്പോൾ 10 mm മാത്രമല്ല, ഇപ്പോൾ ഒരു 20 തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തന്നിട്ടുള്ള റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുകയാണ് വേണ്ടത്. ഇനി വേണ്ടത് എന്താണ്, ഈ ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞൊരു പ്രോബ്ലത്തിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, നമ്മളിവിടെ ആംഗിൾ കട്ട് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇതിനകത്ത് ആംഗിൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഈ ഒരു നമ്മുടെ ഓഫ്സെറ്റ് സർക്കിളിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടാൻജൻറ്റ് ലൈൻ വരയ്ക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഫോളോവറിൻ്റെ ആക്സിസ് ആണ് നമ്മൾ വരക്കേണ്ടത്. സോ ഇപ്പോൾ ഈ ഒരു ബേസ് സർക്കിളിൻ്റെ ഡയമീറ്റർ വരുന്നത് എന്താണ്, നമ്മുടെ ക്യാമിൻ്റെ ആക്സിസ് ആണ്. ഇനി നമുക്ക് ഫോളോവർ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്, അതായത് 10 mm ഓഫ്സെറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഫോളോവർ ഇരിക്കുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോളോവറിൻ്റെ ആക്സിസ് വരക്കണം. ദെൻ നൈഫ് എഡ്ജ് ഫോളോവറാണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് നൈഫ് എഡ്ജ് ഫോളോവർ ഇവിടെ വരക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോളോവർ അല്ലെങ്കിൽ നമ്മുടെ ബേസ് സർക്കിളും നമ്മുടെ ഫോളോവർ ആക്സസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഓക്കെ, കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഫോളോവർ വരച്ചിട്ടുണ്ട്, നൈഫ് എഡ്ജ് ഫോളോവറാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇത് നമ്മുടെ ഓഫ്സെറ്റ് സർക്കിൾ, ഈ ഒരു 10 mm റേഡിയസ് വരുന്നത് നമ്മുടെ ഓഫ്സെറ്റ് സർക്കിളാണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബേസ് സർക്കിളിനെ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് അസെൻറ്റ്, ഡ്വൽ 1, ദെൻ ആംഗിൾ ഓഫ് ഡിസെൻറ്റ്, അത് ഡ്വൽ 2, അങ്ങനെ 4ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇതിനെ നമ്മുടെ ഈ ഒരു ഈ ഒരു ലൈനിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ
ഫോളോവർ. ഓക്കെ, ഫോളോവർ ഇരിക്കുന്നത് എന്താണ്, ആക്സിസിൽ നിന്ന് 10 mm ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ 10 mm ഓഫ്സെറ്റ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് സർക്കിളിനെ ആസെൻഡ് ആംഗിൾ, ഡിസെൻഡ് ആംഗിൾ, ദെൻ ഡുവൽ 1 ഡുവൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആംഗിൾ വരുന്നത്, അല്ലെങ്കിൽ 61st ആസെൻഡ് ആംഗിൾ വരുന്നത് എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഫസ്റ്റ് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. അടുത്തത് ഒരു 40 ഡിഗ്രി ഡുവൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ് ഡിസെൻഡ് വരുന്നത്. ദെൻ റിമൈനിങ് ഡുവലാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഫസ്റ്റ് ആംഗിൾ ഓഫ് അസെൻഡ് വരുന്നത്. ദെൻ ഫസ്റ്റ് ഡുവലിൽ വരുന്നത് നമ്മുടെ 40 ഡിഗ്രി. ദെൻ അടുത്ത സെക്കൻഡ് ഡിസെൻഡ് വരുന്നത് 90 ഡിഗ്രിയാണ്. അത് മാർക്ക് ചെയ്തു. ഇനി റിമൈനിങ് വരുന്നത് ഡുവലാണ്. ഇനി ചെയ്യേണ്ടുന്നത് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ 6 ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിനകത്ത് ഇപ്പോൾ ഇതിനെ നമ്മുടെ ഈ അസെൻഡ് എന്ന് പറയുന്നത് ഇതിൽ ഒരു 4 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഒരു 4 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്താണ് 6 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആംഗിൾ, ഈ ഒരു ഫസ്റ്റ് 60 ഡിഗ്രി, സോ ഈ ഒരു 60 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ 10 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഡെല്ല് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യേണ്ട. അടുത്തത് നമ്മുടെ ആംഗിൾ ഓഫ് ഡിസെൻറ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ 90 ഡിഗ്രി, ഇവിടെ നമുക്കത് 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്, ഇവിടെ പക്ഷേ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഈ 90 ഡിഗ്രിനെ നമ്മൾ എന്ത് ചെയ്യണം, 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 60 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് 10 ഡിഗ്രി വെച്ച് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് നമ്മൾ ഈ ഒരു ബേസ് സർക്കിൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ സോ ഇപ്പോൾ ഇതിനെ 0, 1, 2, 3, 4, 5, 6 അങ്ങനെ മാർക്ക് ചെയ്യാം. ദെൻ ഇതും എന്താണ്, നമ്മുടെ ഡുവലാണ് വരുന്നത്. ഇതിനെ നമ്മൾ 6 എന്ന് മാർക്ക് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിൽ നിന്ന് എന്ത് ചെയ്യുക, ടാൻജൻറ്റ് ലൈൻസ് വരയ്ക്കുക. അത് ഈ ഒരു ഓരോ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റ് ലൈൻസ് ആർക്ക്, ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിന് ടാൻജൻറ്റ് ലൈൻസ് വരക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ 90 ഡിഗ്രീന് നമുക്ക് എന്താണ് 15 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടാൻജൻറ്റ് ലൈൻസ്, ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റ് ലൈൻസ് വരക്കണം. ആ ഒരു ടാൻജൻറ്റ് ലൈൻസിന് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിന് ടാൻജൻറ്റ് ലൈൻസ് ഓരോ പോയിന്റിലൂടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, 3, 4, 5, 6 ഇത്രയും 6 കൂടെ കുറച്ചിട്ടില്ല. ഈ ഒരു 6 ഇത്രയും പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന എന്ത് വേണം, ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിനുള്ള ടാൻജൻസ് വരക്കണം. ദെൻ അടുത്തത് ഈ ഒരു ഇതും 6 ആണ് വരുന്നത്. 6, 7, 8, 9, 10, 11, 12. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്രയും പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റ് ലൈൻസ് എന്തിന്, ഈ ഒരു ഓഫ്സെറ്റ് സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് ഈ ഒരു ബേസ് സർക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് എന്താ കണ്ടേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിലുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇപ്പോൾ 0ക്ക് എന്ത് ചെയ്യുക, 0 തന്നെ. അടുത്തത് 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. 2 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. 3 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. 4 ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, 5ന് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, 6ന് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 3.5 എടുക്കുക. then അടുത്തത് ഇവിടെ എന്ത് ചെയ്യുക, 3.5. അടുത്തത് എന്ത് ചെയ്യുക, ഫോളാണ് വരുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തിട്ട് ഓരോ ലൈനിലും 0ക്ക് 0, 1ന് ഇവിടെ നിന്ന് എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ 12 അത്രയും നമ്പർ ഓഫ് ലൈൻസ് വരുന്നുണ്ട്. അത്രയും ലൈൻസിന് നമ്മൾ ബേസ് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ മാർക്ക് ചെയ്ത ശേഷം ആ പോയിൻറ്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാം പ്രൊഫൈൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കണം. സോ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 1, ഇത് 2ന്, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അതിനടുത്തത് 6ന് സെയിം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6ന് മാത്രം 3.5 എടുത്ത് മാർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പ്രൊഫൈലിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യാം, മെഷർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി ഇതിന് മാർക്ക് ചെയ്യാൻ. സോ ഇപ്പോൾ 7ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 8, 9, 10, 11, 12 എല്ലാത്തിനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും 0 ആയിരിക്കും വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് വല്ല നമുക്ക് എന്ത് ചെയ്യേണ്ട, മാർക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യണം, ഫ്രീ ഹാൻഡ് ആയിട്ട് ഈ പോയിൻറ്റ്സിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഫൈൽ വരയ്ക്കുക. സോ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം അതേപോലെ തന്നെ ക്യാമിൻ്റെ പ്രൊഫൈൽ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്ത് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫിഗർ വരുന്നത്.
അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ്, നമ്മളൊരു റേഷ്യോ കണ്ടുപിടിക്കുക. ആ ഒരു റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് വരക്കുക. അതേപോലെ തന്നെ വൈ ആക്സിസ് നമുക്ക് തന്നിട്ടുള്ള മിനിമം റേഡിയസിനകത്ത് വരക്കുക. മിനിമം റേഡിയസ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റിന് വരക്കുക. അല്ലെങ്കിൽ ലിഫ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, ആ ഒരു ലിഫ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം വൈ ആക്സിസ് മാർക്ക് ചെയ്യാൻ. then എന്ത് ചെയ്യുക, നമുക്ക് ഒരു സെമി സർക്കിൾ വരക്കുക. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്, തന്നിട്ടുള്ള ആംഗിൾ ഓഫ് അസെൻറ്റ്, ഡ്വെല്ല്, ആംഗിൾ ഓഫ് ഡിസെൻറ്റ്, ദെൻ റിമൈനിങ് ഡ്വെല്ല് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി ഒരു ഇത്രയും തരുന്നുണ്ടായിരിക്കുള്ളൂ, അസെൻറ്റും ഡിസെൻറ്റും. സോ അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ എന്ത് ചെയ്യുക, ഇതിനകത്ത് സ്കെച്ച് ചെയ്യണം. അടുത്തത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള, ഇപ്പോൾ ഇവിടെ നൈഫ് എഡ്ജ് ഫോളോവറാണ് തന്നിട്ടുള്ളത്. സോ നൈഫ് എഡ്ജ് വരക്കുക. അതേപോലെ തന്നെ നമുക്കത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസിലാണ് നൈഫ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നൈഫിൻ്റെ ആക്സസ് വരുന്നത് ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസിലാണ്. സോ അപ്പോൾ അത് ശ്രദ്ധിക്കണം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ സെയിം ആണ്, പക്ഷേ ഓരോ പ്രോബ്ലം എന്ന് പറയുന്നത് ഓരോ വെറൈറ്റി ആയിരിക്കും. ഇനി പറഞ്ഞിട്ടുള്ളത് മാക്സിമം വെലോസിറ്റി, അതുപോലെ മാക്സിമം ആക്സലറേഷൻ ഓഫ് അസെൻറ്റ് ഡിസെൻറ്റ് രണ്ടിൻ്റെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രൊഫൈലും പിന്നെ ഇതിനകത്ത് തന്നിട്ടുള്ള നൈഫിൻ്റെ ഏത് നൈഫാണ്, ഫോളോവർ ഏത് ടൈപ്പാണ്, അതുപോലെ ഓഫ്സെറ്റ് തന്നിട്ടുണ്ടോയെന്ന്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. സോ പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സ്പീഡ് തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് സ്പീഡ് തന്നിട്ടുള്ളത് എത്രയാണ്, 150 RPM ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ആംഗുലാർ വെലോസിറ്റി കാണാം, ഒമേഗ ഈക്വൽ ടു 2πn/60. സോ ഇപ്പോൾ നമുക്ക് 2π × 150/60 വരും. ഇപ്പോൾ ഒരു 5π റേഡിയൻ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഒരു 15.71 റേഡിയൻ പെർ സെക്കൻഡ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് കാണേണ്ടത് എന്താണ്, മാക്സിമം വെലോസിറ്റി ആണ്. സോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് h/2 × πω/അസെൻറ്റ് ആംഗിളാണ് വരുന്നത്. സോ അപ്പോൾ നമ്മുടെ h എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 3.5 mm ആണ്. /2 × π, ഒമേഗ വരുന്നത് 5π ആണ്. ദെൻ ആംഗിൾ വരുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ്, 60 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, 60. ദെൻ ഇതിനെ റേഡിയനിൽ കൺവേർട്ട് ചെയ്യണം. സോ അപ്പോൾ നമ്മൾ π/180 കൂടി ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു π ഉണ്ട്, ഈ ഒരു π ക്യാൻസൽ ചെയ്യാം. ദെൻ 60, ഈ ഒരു 180 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ /3 വരും. അപ്പോൾ 3 നമുക്ക് എന്ത് ചെയ്യാൻ മാർക്ക് എടുക്കാം. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മില്ലിമീറ്ററിലാണ്. സോ ഇതിനെ വേണമെങ്കിൽ നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ 35 മില്ലിമീറ്ററിൽ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 824 ആണ് വരുന്നത്. 824.66 ഇത്രയും mm/s ആണ് വരുന്നത്. ദെൻ അടുത്തത് മാക്സിമം വെലോസിറ്റി കാണണം, ആക്സിലറേഷൻ കാണണം. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് h/2 × πω/ψ² ആണ് വരുന്നത്, അല്ലെങ്കിൽ അസെൻറ്റ് ആംഗിൾ ആണ്. πω/അസെൻറ്റ് ആംഗിൾ ഹോൾ സ്ക്വയർ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേം എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഇപ്പോൾ 35/2 × 5 × π, ω/5π, ദെൻ × π ഡിവൈഡ് ബൈ എത്രയാണ്, 60 × π/180 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ആൻസർ എത്രയാണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 38861 ആണ്. അത്രയും mm/s² ആണ് വരുന്നത്. mm/s². ഇതിന് ഇനി വേണ്ടത് ഡിസെൻ്റ് ആണ്. സോ ഡ്യൂറിങ് ഡിസെൻറ്റ് നമുക്ക് മാക്സിമം വെലോസിറ്റി കാണണം. സോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് അഗെയിൻ h/2 × πω ഡിവൈഡ് ബൈ സൈഡ് ഇ എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിസെൻറ്റ്. അഗെയിൻ നമുക്ക് 35 ഡിവൈഡ് ബൈ 2 × 5 × π ഡിവൈഡ് ബൈ നമ്മുടെ ഡിസെൻറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 × π/180 റേഡിയനിൽ കൺവേർട്ട് ചെയ്യാനാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയെന്ന് നോക്കാം. സോ ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും, 2 വരും. അപ്പോൾ 10π × 35/2 വരും. സോ അപ്പോൾ 10 × π. അപ്പോൾ നമ്മുടെ ഒരു ആൻസർ വരുന്ന ഒരു 549.8 വരും. അത്രയും mm/s വരും. വെലോസിറ്റിയാണ് mm/s. അടുത്തത് മാക്സിമം വെലോസിറ്റി ആക്സിലറേഷൻ കാണണം.
സെയിം ഇക്വേഷൻ h by 2 ഇൻറ്റു പൈ ഒമേഗ ബൈ സൈ ഡി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു സൈ ഒമേഗ ബൈ ഇത് 5D എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ടേം മൾട്ടിപ്ലൈ ചെയ്താൽ മതി വേണമെങ്കിൽ. സോ ഇപ്പോൾ ഇവിടെ 35/2 ഇൻറ്റു 5 പൈ ഇൻറ്റു പൈ ബൈ 90 ഇൻറ്റു പൈ ബൈ 180. സോ again ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും, 10 പൈ വരും. സോ അപ്പോൾ 17.5 ഇൻറ്റു 10 പൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് ആൻസർ വരുന്നത് ഒരു 1.8 ആണ് വരുന്നത്. ഇത്രയും mm/s ഇതാണ് ആക്സിലറേഷൻ വരുന്നത്, മാക്സിമം ആക്സിലറേഷൻ വരുന്നത്. സോ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് അവസാനിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പാണ് വരുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊഫൈൽസ് ആണ് വരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ മാക്സിമം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്തിടാം.